ഹലോ, ഹായ്, നമസ്കാരം, കിയ ഓറ, നമസ്തേ, ഗുഡ് മോർണിംഗ്, എന്താണെങ്കിലും പറയാം. എനിക്കറിയില്ല എങ്ങനെയാ എന്നെ പരിചയപ്പെടുത്തേണ്ടതെന്ന്. കാരണം ഇതിപ്പോൾ കുറേ ആയി ഗൈസ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് കുറേ പേര്, എൻ്റെ ഫ്രണ്ട്സ് പറയുന്നു, എൻ്റെ ഹസ്ബൻഡ് പറയുന്നു, എൻ്റെ വീട്ടുകാർ പറയുന്നു, ഞാൻ വിചാരിക്കുന്നു. ബട്ട് ഇറ്റ് ടുക്ക് മീ 2 years. യു വോണ്ട് ബിലീവ് മീ, ഇറ്റ് ടുക്ക് മീ 2 long years. ഇതൊന്ന് ഫൈനലി ഇറ്റ് ഈസ് ദ ഡേ. ഇന്ന് രാവിലെ ഞാൻ ഉറക്കം എണീറ്റു, ലൈക്ക് ഒരു 7:30-8 മണിക്കൊക്കെ ഉറക്കം എണീറ്റു. ബട്ട് ആ ബെഡിൽ നിന്ന് എണീക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു ലേസി ഡേ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ബട്ട് എനിക്ക് ലേസി ആയിട്ട് ഇരിക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചിട്ട് ബെഡിൽ നിന്ന് എണീറ്റു. രാവിലെ തന്നെ ഒരു ഗ്ലാസ് കോക്കനട്ട് വാട്ടർ കുടിച്ചു. ഹെൽത്തി ആകണ്ടല്ല, അതോ കണ്ടു, ഇഷ്ടപ്പെട്ടു, കുടിച്ചു, അത്രേ ഉള്ളൂ. എന്നും ഞാൻ കോക്കനട്ട് വാട്ടർ കുടിച്ചിട്ടാണ് ഗായ്സ് രാവിലെ എണീക്കുന്നത്. നത്തിങ് ലൈക്ക് ദാറ്റ്. ഇന്നലെ മേടിച്ചു, അതൊന്ന് കണ്ടപ്പോൾ കുടിക്കണമെന്ന് തോന്നി, കുടിച്ചു. അതാകുമ്പം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. എൻ്റെ ഹസ്ബൻഡ് ഓഫീസിൽ പോയി. ഇന്ന് എനിക്കൊരു പണിയില്ലാതിരുന്നപ്പോൾ എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ ബോറടിച്ചു എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ലൈഫിൽ കുറച്ച് മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാമെന്ന്. സോ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയും എന്നറിയില്ല, നാട്ടിലിത് ഭയങ്കര ചുരുക്കമാണ്. ബട്ട് ഇവിടെ കുറേ ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. എന്തെന്ന് വെച്ചാൽ ദ ത്രിഫ്റ്റ് സ്റ്റോർ. അപ്പോൾ ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് കുറച്ച് സാധനങ്ങൾ, എക്സാമ്പിൾ ഇപ്പോൾ ബാക്കിൽ കാണുന്ന ആ ഷെൽഫിലിരിക്കുന്ന സാധനങ്ങൾ വേണ്ട, അല്ലെങ്കിൽ ഞാൻ ഈ കൺട്രി വിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ എനിക്കിത് മാറ്റണം, വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഈ സാധനങ്ങളെല്ലാം ഡൊണേറ്റ് ചെയ്യാം. അപ്പം അത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ എന്നെപ്പോലുള്ള ആൾക്കാർ വരും, കടകളിൽ നോക്കും, ഇത് ക്യൂട്ടായിട്ടുണ്ടല്ലോ, ഇത് മേടിച്ചാൽ കൊള്ളാലോ എന്ന് തോന്നും, മേടിക്കും. അപ്പം ഇത് ഒറിജിനൽ പ്രൈസിനെക്കാട്ടിലും ഭയങ്കര ചീപ്പായിരിക്കും. ലൈക്ക് $1, $2, $3 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളായിരിക്കും. പിന്നെ നമുക്കിത് ഒറിജിനൽ മേടിക്കാൻ പോലും കിട്ടത്തില്ല ചില സാധനങ്ങൾ. അത്രയ്ക്ക് ലൈക്ക് ആൻറ്റിക് കളക്ഷൻസ് ഉള്ള സാധനങ്ങളുണ്ടാവും. യൂട്ടൻസിൽസ്, അങ്ങനത്തെ ഫാൻസി ആയിട്ടുള്ള കപ്പ്, പ്ലേറ്റ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും. ഫാൻസി ആയിട്ട് അല്ലാത്തതും ഡെയിലി യൂസ് ഉള്ളതും ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. ക്ലോത്ത്സ് ഉണ്ടാവും. പിന്നെന്താ, നമ്മളെ ടൂൾസ്, ബെഡ് ഷീറ്റ്, ബെഡ് കവർ, അങ്ങനത്തെ ഫർണിച്ചേഴ്സ് ഉണ്ടാവും ചില കടകളിൽ. അപ്പോൾ അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് കടകളുണ്ട്. അതിൽ ഒന്നാണ് SPCA, പിന്നെ സാൽവേഷൻ ആർമി, റെഡ് ക്രോസ്, ചാരിറ്റി ഷോപ്പ് എന്ന് പറഞ്ഞ് തന്നെ ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചാരിറ്റി ഷോപ്പാണ്. അപ്പം ഇത് ആൾക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. വേറൊരാൾ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ ആ കാശ് നേരെ ചാരിറ്റി ഫണ്ടിലോട്ടാണ് പോകുന്നത്. അതപ്പം ലൈക്ക് അങ്ങനെയാണ് ഈ ഒരു കൈൻഡ് ഓഫ് ഇത് ഒരു ഡൊണേഷൻ പ്ലസ് ആൾക്കാർക്ക് വേണ്ടാത്തതുമാണ്, എന്നാൽ മറ്റൊരാൾക്ക് ആവശ്യകരമാവുകയും ചെയ്യും, അഫോർഡബിളും ആണ്. പിന്നെ നമുക്ക് ചിലപ്പോൾ കണ്ണിൽ പോലും കാണാം, അല്ലെങ്കിൽ നമ്മൾ ജനിക്കണേനൊക്കെ മുന്നേ ഉള്ള സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം അങ്ങനെയുള്ളൊരു കട. അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട് അവിടെ പോയാലെന്ന്. കാരണം ഞാൻ വൺ ഓഫ് ദ കട, അതായത് SPCA എന്ന് പറയുന്ന കടയിൽ എല്ലാ ഫ്രൈഡേയും വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അവിടെ വർക്ക് ചെയ്യുന്ന നമുക്ക് ശമ്പളം കിട്ടില്ല, ബട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോവാം. അപ്പം വീക്ക് ഡേയ്സിൽ ഒരു ദിവസം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ SPCA പോവാണ്ട് വൈ നോട്ട് വേറൊരു ചാരിറ്റി ഷോപ്പ് ട്രൈ ചെയ്തുകൂടാ, അങ്ങനെ വിചാരിച്ചിട്ട് സാൽവേഷൻ ആർമി എന്ന് പറയുന്ന സ്റ്റോറിൽ പോയി. അപ്പം അവിടെ പോയപ്പോൾ ഇന്ന് മോട്ടിവേഷൻ ഇല്ലാണ്ടിരുന്ന ഞാൻ ഫസ്റ്റ് കിട്ടിയ സംഭവം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സംഭവം. ഇത് ഞാൻ പ്രൈസ് ടാഗ് എടുത്തിട്ടില്ല. ഇത് ലൈക്ക് എനിക്ക് തോന്നുന്നു $2 എനിക്ക് ഈ സംഭവം കിട്ടിയത്. ഫ്രഷാണ് സാധനം. ലൈക്ക് ഓപ്പൺ ചെയ്തിട്ട് പോലും ഇല്ല. അപ്പം എനിക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. അതിനെക്കാട്ടിലും ഇതിലുള്ള കണ്ടന്റ്
അതാണ് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബ് ആദ്യം തന്നെ തന്നത് എന്ന് ആണ് സംഭവം. അപ്പം ഞാനത് വായിക്കാം. വെൻ യു നീഡ് എൻകറേജ്മെൻറ്റ് റിമെമ്പർ ദീസ് തിങ്സ്. ഹെഡിങ് എ ഹഗ് ഓഫ് എൻകറേജ്മെൻറ്റ് എന്നാണ്. അതിൽ തന്നെ ഞാൻ വീണു. അപ്പം യു ആർ സ്ട്രോങ്ങർ ദാൻ യു റിയലൈസ്. ഓഹ് എൻ്റെ ദൈവമേ, ഇതൊക്കെ ലൈക്ക് ഒരു വേറൊരു മനുഷ്യൻ നമ്മളടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ചില വേർഡ്സ് ഇല്ലേ, അതായത് നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒരൊറ്റ ലൈൻ മതി നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ഡേ മാറ്റാൻ തന്നെ. ആ ഒരു കൈൻഡ് ഓഫ് ഇൻസ്പിറേഷനാണ് എനിക്കിത് കിട്ടിയത്. അപ്പം അടുത്തത്, ലൈഫ് ഈസ് ഇൻഎവിറ്റബിൾ അഡ്വേഴ്സൈറ്റ്സ് കോൾ ഫോർത്ത് അവർ കറേജ്. യു ഹാവ് എ ലോട്ട് ഓഫ് വിസ്ഡം ഇൻസൈഡ് യു. ഗോഡ്സ് പ്ലാൻ വിൽ unfold with perfect timing. The voice of your soul will lead the way. Okay. Okay. You have a lot of wisdom inside you. God's plan will unfold with perfect timing. The voice of your soul will lead the way. A hug from my heart is only a phone call away. പക്ഷെ എനിക്ക് ഫോൺ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല ദൈവത്തിൻ്റെ അടുത്ത്, അത് വേറെ കാര്യം. ഇറ്റ്സ് ഓക്കെ, ബട്ട് ഇറ്റ്സ് ഫൈൻ. ഈ സംഭവം റിയലി ലൈക്ക് സംതിങ് ദാറ്റ് ഈസ്, ആരാണ് ഈ സംഭവം ഡൊണേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല, ബട്ട് താങ്ക് യു, ഇറ്റ് മെയ്ഡ് മൈ ഡേ. സോ അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ മെയിനായിട്ട് ഇന്ന് അവിടെ പോയത് ഓക്കെ ഈ ആഴ്ച ഞാനൊരു DJ പാർട്ടിക്ക് പോകുന്നുണ്ട്. അപ്പം ആ DJ പാർട്ടിക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സ് തപ്പിയാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ വീണ്ടും ഞാൻ വേറൊരു സംഭവം മേടിച്ചു ഗൈസ്. യു വോണ്ട് ബിലീവ് ഹൗ ക്യൂട്ട് ദിസ് ഈസ്. ആൻഡ് ഈ അപ്പച്ചനെ നോക്കൂ. ആൻഡ് സീ ദിസ്. How cute. Sorry guys. Sorry. Look how cute this is. ഇത് കിട്ടിയത് ഓക്കെ കട്ട് അത് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റായിട്ട് ഇന്ന് കൊടുത്താലോ എന്ന് വിചാരിച്ചു. ലൈക്ക് ആ മാഗ്നറ്റ് എൻ്റെ ഡേ മേക്ക് ചെയ്തതുപോലെ ഈ സംഭവം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഐ വാണ്ടഡ് സംതിങ് ലൈക്ക് ദിസ് ഫോർ ലോങ്. മേ ബി എനിക്ക് തോന്നുന്നു ദൈവം ചില സമയത്ത് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരും. നമ്മൾ എന്താ പറയുക, ആഗ്രഹിക്കണം എന്നൊക്കെ ആൾക്കാർ പറയില്ലേ, അത് ട്രൂ ആണെന്ന് എനിക്ക് ഇന്ന് തോന്നുന്നു. കാരണം ഈ സംഭവം, പിന്നെ ഇനിയൊരു സംഭവം കൂടെ ഉണ്ട്, ബട്ട് ഈ സംഭവം ലൈക്ക് റിയലി ടച്ച് മൈ ഹാർട്ട്. ഇത് ഞാൻ കുറേ റീൽസിലൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. റീൽസിങ്ങനെ കാണും, അതായത് ഒരു അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെ കൈയും പിടിച്ച് നടന്നു പോകുന്നതും ക്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാം. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനെ അയച്ചു കൊടുത്തിട്ട് പറയും, നമ്മളും വയസ്സാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലേ എന്നുള്ള രീതിയിൽ. അപ്പം ഈ ക്യൂട്ട്നെസ്സിന് ഞാൻ വീണ് പോയി ഗൈസ്. ആൻഡ് ഐ വാണ്ടഡ് ദിസ്. ഒരു അമ്മച്ചിയുടെ കയ്യിൽ ഒരു ക്യാറ്റ് ഉണ്ട്, അപ്പച്ചൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ലൈഫിൽ മേ ബി ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ എന്താ പറയുക, ഒരു സെറ്റിൽഡായിട്ട് റിട്ടയർമെൻറ്റ് ടൈമൊക്കെ ഉണ്ടാവുക എന്ന്. സോ ഐ തോട്ട് ഇന്ന് ക്യൂട്ടായിട്ട് ഗിഫ്റ്റ് ചെയ്യാം. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് എന്താ പറയുക റിയാക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഐ തിങ്ക് ഒരു ലെറ്ററും കൂടെ ഞാൻ എഴുതാമെന്ന്. പുള്ളിക്കാരന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരാളാണ്. ആൻഡ് ഹി ലവ്സ് ഇറ്റ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റൊക്കെ ആയതുകൊണ്ട് ഐ തിങ്ക് എൻ്റെ ഉള്ളിലെ ആർട്ടിസ്റ്റിനെ ഇന്ന് കുറച്ച് കൊണ്ടുവരണം പുറത്തുനിന്ന്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയതിൽ എന്തൊക്കെയോ നടന്നു. സോ ഞാൻ അങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ചാരിറ്റി സംഭവങ്ങളൊന്നും മേടിക്കാറില്ല. കാരണം നമുക്കറിയില്ലല്ലോ എങ്ങനെയുള്ള ആൾക്കാരാണ് അത് യൂസ് ചെയ്തിരുന്നത്, ആ ക്ലോത്ത്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്നും അറിയില്ല. ബട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞാൽ നോക്കിയത്. ആൻഡ് ഐ ടുക്ക് ദിസ് ബിക്കോസ് ഇത് പുതിയതാണ്, ടാഗ് പോലും റിമൂവ് ചെയ്തിട്ടില്ല. അതിൻ്റെ ലൈക്ക് എന്താ പറയുക, ആ ഒരു ബട്ടൺസും ബാക്കിയുണ്ട്. ഈ ഒരു
ബ്രാൻഡിനെ കുറിച്ച് എനിക്കറിയില്ല, ബട്ട് ഇതിൽ കാണിക്കുന്നത് $58 ഒരു സംഭവമാണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഒരു $6 എന്തോ ആണ് എനിക്കിത് കിട്ടിയത്. അപ്പം ഐ തോട്ട് ഇറ്റ് ഈസ് വെരി ക്യൂട്ട് ആസ് വെൽ. നോക്കി ഇതിൻ്റെ കൈ സ്ലീവ് നോക്കിയേ. അപ്പം എനിക്ക് ചെറിയൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ലൈക്ക് സ്ലീവ്ലെസ് ഇടാൻ. അപ്പോൾ ഐ തോട്ട് ആ സ്ലീവ്ലെസ്സിൻ്റെ പുറത്തൂടെ ഇതിട്ട ഇറ്റ് വിൽ ബി ലുക്കിംഗ് സോ ഗുഡ്. ഐ ബിലീവ് ഇൻ ദാറ്റ്. എൻ്റെ ഇൻസ്റ്റിങ്സ് ഞാൻ ബിലീവ് ചെയ്യാറുണ്ട്. സോ ഇത് ഞാൻ പെയറപ്പ് ചെയ്തിട്ടുള്ളത് മേ ബി അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും കാണിക്കാം. അപ്പോൾ എൻ്റെ പോയ കാര്യം നടന്നു. ആൻഡ് യാ, ഇനിയൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ലൈക്ക് എൻ്റെ ഒരു വിഷ് ലിസ്റ്റിലുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കട്ടാ. അടുത്ത സംഭവം വാങ്ങേണ്ട ഒരു ആവശ്യവും ഇല്ല, ബട്ട് ഇതിൻ്റെ ആ ഒരു ക്യൂട്ട്നെസ്, ഇതിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് അവിടെ വച്ചിട്ട് വരാനും തോന്നിയില്ല ഗൈസ്. സോ ഇതാണ് സംഭവം. ഇത് എൻ്റെ പിൻട്രസ്റ്റിലൊക്കെ ഞാൻ ഒരുപാട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവമാണ്. എൻ്റെ വിഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം നിറയ്ക്കുന്നു, നമ്മളിതിൽ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇതിനെ നമ്മൾ ലൈക്ക് വയ്ക്കുന്നു. ഇനി എൻ്റെ ഒരു വിഷ് ലിസ്റ്റിൽ വേറൊരു സംഭവം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 3/4 സൈസിലുള്ള വൈറ്റ് കളർ കംപ്ലീറ്റ്ലി വൈറ്റ് ആയിട്ടുള്ള സെറാമിക് ജാറിൽ നമ്മൾ ഈ സ്പൂണും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നതായിരുന്നു. ബട്ട് ഓൾറെഡി എനിക്കത് വേറൊരു സംഭവം കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഡ്രോപ്പ് ചെയ്തു. ബട്ട് ഇത് $2 ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഇറ്റ് ഈസ് നോട്ട് ഗോൺ ഹേർട്ട് എനിബഡി. ബട്ട് പറഞ്ഞതുപോലെ ഇതെനിക്ക് വലിയ ആവശ്യമൊന്നും ഇല്ല. ബട്ട് എവിടെ ബട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്കവിടെ വെച്ചിട്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ മേടിച്ചൊരു സംഭവമാണിത്. ഇത് ഞാൻ എന്തെങ്കിലും സ്റ്റൈൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ വൺ ഓഫ് ദ വേ ഞാൻ ഇത് സ്റ്റൈൽ ചെയ്ത് കാണിക്കാം ഗൈസ്. യാ, നോക്ക് ഗൈസ്. എൻ്റെ ഇതും സ്റ്റിക്കറൊക്കെ ഉള്ള സ്ഥിതിക്ക് വലുതായിട്ട് ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ. ആൻഡ് ഹിയർ കംസ് നമ്മുടെ ഫൈനൽ സംഭവം, എ ലെതർ ജാക്കറ്റ്. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഞാനല്ലേ കുറച്ച് നേരത്തെ പറഞ്ഞ തുണിയൊന്നും മേടിക്കത്തില്ല. യെസ്, ബട്ട് ഈ സാധനം നമ്മൾ പുതിയതായിട്ട് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ മിനിമം ഒരു $100 കൊടുക്കണം. എൻ്റെ വിഷ് ലിസ്റ്റിലുണ്ടെങ്കിലും എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി. പിന്നെ ഞാൻ ഇതിട്ട് നോക്കിയപ്പം പെർഫെക്റ്റ് സൈസ്. അപ്പം ഞാൻ വെച്ചു എനിക്ക് വേണ്ടിയാണ് ഗൈസ് ഇത് തച്ചത്, എനിക്ക് വേണ്ടിയാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്തത് എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്കത് അവിടെ വയ്ക്കാനും പറ്റിയില്ല. ഇത് എനിക്ക് തോന്നുന്നു അറൗണ്ട് $12 അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് ജാക്കറ്റ് കിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് സംഭവം. ഇനി ഞാനൊരു ട്വിസ്റ്റ് കാണിക്കാം. എനിക്ക് ഓൾറെഡി ഒരു ലെതർ ജാക്കറ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ലെതർ ജാക്കറ്റ് ഉണ്ടായിട്ട് എന്തിനാണ് ഞാൻ ഈ സാധനം മേടിച്ചത്. ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം എൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയമാണ്. അപ്പം ഇതിന് തൊട്ട് മുന്നേ ഇത് സെക്കൻഡ് ഓർഡറാണ്. ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ലാർജ് ആയിരുന്നു. ലൈക്ക് ജാക്കറ്റ് എപ്പോഴും നമ്മളുടെ ഒരു സൈസ് മേലെ ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ബട്ട് വന്ന് ഇട്ട് നോക്കിയപ്പോൾ ഗായ്സ് എൻ്റെ സൈസിലുള്ള ഇനിയൊരാളും കൂടെ അതിനകത്ത് കയറും. ആ ഒരു സൈസിലായിരുന്നു. പിന്നെ ഞാൻ മേടിച്ചു. ഇതായിരുന്നു അവളുടെ ലാസ്റ്റ് സൈസ്. ഇത് മേടിച്ചു. അപ്പോൾ എനിക്ക് ലൂസാണ്. പിന്നൊരു കാര്യമുണ്ട്, ഈ സംഭവത്തിൽ എന്തൊക്കെ എനിക്കാണ് ബെൽറ്റ് കൊടുത്തേക്കണമെന്ന് ചോദിച്ചാൽ എനിക്കൊരു പേടിയുമില്ല ഗായ്സ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആകെ ഞാൻ 1-2 വട്ടം മാത്രമേ ഇതിട്ടിട്ടുള്ളൂ. അപ്പം എനിക്കിത് മാറ്റണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇത് ഒന്നിൽ ഞാൻ ഡൊണേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. അതും അല്ലെങ്കിൽ വിൽക്കാം, എന്തെങ്കിലും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കും. ഈ ജാക്കറ്റ് വരുമ്പോൾ സി ഇവിടെ പോക്കറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ ആ സിൽവർ സംഭവം ഇല്ല. പോരത്തിന് ഇതെൻ്റെ പെർഫെക്റ്റ് സൈസ്. ഇതിൽ കൂടുതൽ എന്ത് വേണം? അങ്ങനെ ഞാനിത് മേടിച്ചു ഗൈസ്. എന്നെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഓൾ ദീസ് തിങ്സ് മെയ്ഡ് മൈ ഡേ. അതാണ് എൻഡ് ഓഫ് ദ തിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് ബാഡ് ഡേ അല്ലെങ്കിൽ ഒരു ലേസി ഡേ ഉണ്ടാവാം. ബട്ട് യു ക്യാൻ ചേഞ്ച് ഇറ്റ്. ചിലപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, മുമ്പിൽ ചില സാധനങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ഡേ മാറ്റുന്നത്.
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമുക്കറിയാത്ത ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളായിരിക്കാം നിങ്ങളുടെ ആ ഒരു ഡേ മാറ്റുന്നത്. സോ ചടഞ്ഞു കൂടിയിരിക്കുന്ന എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ത്രിഫ്റ്റ് സ്റ്റോറോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവുക. അതും അല്ലെങ്കിൽ ഷോപ്പിംഗ് പോവൂ. ഗേൾസ് കം ഓൺ. ബോയ്സിൻ്റെ ഷോപ്പിങ്ങിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഒരു ഗെയിം കളിക്കൂ. ഈ കാണുന്ന കളക്ഷൻസ് എല്ലാം എൻ്റെ ചേട്ടൻ്റെയാണത്. എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും കൂടുതലായിട്ട് സ്ട്രെസ് ആകുമ്പോൾ ചെയ്യുന്ന പരിപാടിയാണ് PS-ലെ ഗെയിംസ് കളിക്കുക എന്നുള്ളത്. സോ ബോയ്സിന് ഐ റെക്കമെൻഡ് ഒരു PS4 അല്ലെങ്കിൽ PS5 മേടിക്കൂ, കളിക്കൂ. ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്നിട്ട് ഭയങ്കര നെഗറ്റിവിറ്റി ആകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫോളോ അല്ലല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം. ആഫ്റ്റർ എ ലോങ് ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതുപോലൊരു ബോക്സിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആദ്യം നമുക്ക് സോഫ വയ്ക്കാം. അപ്പച്ചനെയും അമ്മച്ചയും വയ്ക്കാം. അതായത് ഫ്യൂച്ചർ അനുരാഗിനെയും ഫ്യൂച്ചർ അനുലക്ഷ്മിനെയും വയ്ക്കാം. ഇതിൻ്റെ കൂടെ ഞാനൊരു ലെറ്റർ എഴുതണം എന്നാണ് വിചാരിക്കുന്നത്. സോ ലെറ്റർ എഴുതിയിട്ട് ഞാൻ ഈ ബോക്സിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നതായിരിക്കും. ആൻഡ് റിയാക്ട് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് കുറച്ച് ലെസ് റിയാക്റ്റബിൾ ആയിട്ടുള്ള ഹസ്ബൻഡാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്കിന്ന് കൊടുക്കാം. അപ്പോൾ ബൈ. വെയിറ്റ്, ഞാൻ വീഡിയോ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം, അതും കൂടെ കണ്ടിട്ട് പോകണം കേട്ടോ. അപ്പോൾ ബൈ ബൈ. The future. Etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാ. ത്രിഫ്റ്റ് ഷോപ്പല്ല, ഏത് കടയിൽ നിന്ന് എന്ത് സാധനം മേടിച്ചാലും കഴുകിയിട്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ ജാക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് കഴുകുക. വെള്ളത്തിൽ മുക്കി കഴുകിയാലും കുഴപ്പമില്ല. ഡെറ്റോൾ ഇട്ട വെള്ളത്തിൽ ഒന്ന് മുക്കി കഴുകി ഉണക്കാനിടുക. അതുപോലെ സാധനങ്ങളായാലും ഒന്ന് ഡിസിൻഫെക്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് കഴുകിയിട്ടോ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ബൈ.